ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പൊ നമ്മൾ മാത്സ് ക്ലാസ്സില് ടെൻസും വൺസും ടെൻസും ആണല്ലേ പഠിച്ചത്. അപ്പോൾ എന്താണ് ടെൻസ് എന്ന് പറഞ്ഞാൽ വണ്ണിന്റെ കൂടെ 10 സാധനങ്ങൾ ചേരുമ്പോൾ 1 ടെൻസ്. അതേമാതിരി 10ഉം 10ഉം കൂടി ചേരുമ്പോൾ 2 ടെൻസ് അല്ലേ. പിന്നെ 3 ആണെങ്കിൽ 3 10 10 10 അങ്ങനെ 3 ടെൻസുകൾ ചേരുമ്പോൾ 3 ടെൻസ്. അങ്ങനെയാണ് നമ്മൾ വൺസും ടെൻസ് ഒക്കെ പഠിച്ചത്. അതേമാതിരി 1 10ന്റെ കൂടെ 1 10 പ്ലസ് 1 1 അത് പറഞ്ഞാൽ ഒരെണ്ണം. 10ന്റെ കൂടെ 1 10ന്റെ കൂടെ 1 കൂടി ചേരുമ്പോൾ എത്രയാണ്? അതാണ് പേജ് നമ്പർ 69 നമുക്ക് പഠിക്കാനുള്ളത്. 1 10 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 10ന്റെ കൂടെ 1 ചേരുമ്പോൾ എത്രയാണ്? 1 10 പ്ലസ് 1 11 1 1 11. 1 10 പ്ലസ് 2 ones. ഇനി നമ്മൾ 1 10ന്റെ കൂടെ 2 ones കൂടി ചേരുകയാണെങ്കിലോ 10 പ്ലസ് 2 12. അവിടെ ഏതാണ് കോളത്തിൽ എന്ത് എഴുതണം? 1 to 12 എന്ന് എഴുതുക. അടുത്ത നോക്കൂ, 2 tens. 10 പ്ലസ് 10 അതാണ് 2 tens. 2 tens പറഞ്ഞാൽ എന്താണ്? 20 ആണ് അല്ലെ. 2 tens പറഞ്ഞാൽ 20 ആണ്. അതാ നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ആ ഫ്ലവേഴ്സിന് മുഴുവൻ ആഡ് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9 10. അത് കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 11 12 13 14 15 16 17 18 19 20. അപ്പൊ 2 tens എന്ന് പറയുമ്പോൾ എന്താണ്? 20. 20 പ്ലസ് 3 tens. 3 ones. 20 പ്ലസ് 3 ones. 3 ones പറയുമ്പോൾ 1 1 1 അതാണ് 3 1. 3 1 എന്ന് പറയുമ്പോൾ അതെന്താണ്? 3. 3 1 പറയുമ്പോൾ അതെന്താണ്? 3. അപ്പോൾ 2 ടെൻസിന്റെ കൂടെ 3 1 കൂടി ചേരുമ്പോൾ എത്രയാ? 20 പ്ലസ് 3. അപ്പോൾ എത്രയാവും? 20 പ്ലസ് 3 23. 2 3 23. അടുത്ത നോക്കൂ, 3 tens. 3 tens വരുമ്പോൾ 10 10 10. 3 10 കൂടി ചേരുമ്പോൾ എത്രയായി? 30 പ്ലസ് 4 ones. 4 ones പറയുമ്പോൾ എന്താണ്? 1 1 1 1. അപ്പൊ 4 1 പറയുമ്പോൾ 4. അപ്പൊ 3 tens പ്ലസ് 4 ones. 30 പ്ലസ് 4 is equal to 34. 3 4. അപ്പൊ എങ്ങനെയാണ്? ടെൻസിന്റെ കൂടെ 1ഓ 2ഓ 3ഓ ചേരുമ്പോൾ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? 10 പ്ലസ് 1 11. 10 പ്ലസ് 2 12. 2 10 പറയുമ്പോൾ അതെന്തായി? 20 പ്ലസ് 3 1 23. 3 10 പ്ലസ് 4 1 is equal to 34. Okay.